ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ തീന് കത്താൻ നല്ല മടിയിട്ടോ, കുറേ നേരം അതിന്മേൽ പോയി തീ ഒന്ന് കത്തിക്കും പിന്നെയും കിടും. ഈ മഴ 4 ദിവസം അടഞ്ഞു നിന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ, വിറകൊക്കെ ഒന്ന് കത്തിപ്പിടിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഇന്ന് നല്ല ഒരു വെളിച്ചമുള്ളൊരു ദിവസം ഉണ്ടോ, രാവിലെ തന്നെ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ വെയിലറച്ചാൽ തന്നെ നമുക്കൊരു ഉന്മേഷമാണല്ലോ അല്ലേ. അപ്പോൾ ചായയൊക്കെ അടുപ്പത്ത് വെച്ച്, ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീ കത്തിപ്പിടിക്കാതെ തന്നെ കുറേ ടൈം അങ്ങനെ പോയിട്ടോ. അതിങ്ങനെ കത്തിപ്പിടിച്ച് പിന്നെ അതാ വാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കി, വെയിലിങ്ങനെ കാണാനൊരു സന്തോഷം. അപ്പം നല്ല വെയിലിങ്ങനെ അരച്ച് വരുന്നുണ്ട്, ഒരു വെളിച്ചം. 4 ദിവസം ഇങ്ങനെ ഇട്ട് മൂടി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലിങ്ങനെ അരച്ചപ്പോൾ ഒരു നല്ല സന്തോഷം ഉണ്ടോ. അപ്പോൾ തലേന്ന് ദോശക്കുള്ള മാവ് കൂട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ദോശക്ക് മാവ് കൂട്ടി വെക്കണമെന്ന് നമുക്കൊരു എളുപ്പമാണല്ലോ കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നുങ്ങാണ്ട് ഒന്ന് വീഡിയോ എടുത്തിട്ടോ. അപ്പം മക്കളൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ അവർ ആവാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അവർ മദ്രസ ഇട്ട് വന്നിട്ടാണ് കേട്ടോ കടിയൊക്കെ കഴിക്കാറ്. രാവിലെ എണീക്കുമ്പോൾ ഈ വെയിലും ഇതൊക്കെ കാണുമ്പോൾ വേഗം ജോലിയൊക്കെ വേഗം എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ. പക്ഷേ മോന് ഒന്നും സമ്മതിക്കാതെ തന്നെ എന്നത്തെയും പോലെ തന്നെ ആവുണ്ടോ. എന്തെങ്കിലും ഒരു ജോലി എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വികൃതി ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഉമ്മയുടെ അടുപ്പത്ത് ദോശയൊക്കെ ചുടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്നി ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായതിനു ശേഷം കടുകും കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഈ തേങ്ങ അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പം ഞാൻ എന്നത്തെയും പോലെ തന്നെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ മിനിക്കുട്ടനെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കൂടുതൽ അവനൊരു വാശി അയക്കാറുണ്ടോ അന്നത്തെ ദിവസം. അപ്പം ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് തന്നെ അവന് സാബുവും കടിച്ചിട്ട് കരയായിരുന്നു. പിന്നെ അതിനെ ചൊല്ലി കുറേ നേരം അസക്കുട്ടീനെ സ്കൂളിട്ട് വരുന്ന ആ സമയം വരെ അവന് അതിൻ്റെ നീറ്റലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചില ദിവസങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലേറെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കി കഴിഞ്ഞ് അതൊന്ന് കുടിക്കുമ്പോഴേക്കൊക്കെ മക്കൾ മദ്രസ ഇട്ട് വരുന്നുണ്ടോ. പിന്നെ മോനാണെങ്കിൽ വന്ന ഉടനെ തന്നെ വേഗം ചായയൊക്കെ വേഗം കുടിച്ചിട്ട് അധികം സമയമൊന്നുമില്ല, വേഗം ബസ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവനും പോകണം. അസക്കുട്ടിക്ക് പിന്നെ അത്ര ധൃതിയൊന്നുമില്ല. അവൾ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ആക്കം പോലെ പോയാൽ മതിയാകും. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അസക്കുട്ടി ഫനിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ മോറിയിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പാത്രമൊക്കെ മോറി കഴിയുമ്പോഴേക്കും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ആ കണലിനെ മറ്റേ അടുപ്പിലേക്ക് കോരിയിട്ടിട്ട് ഒന്നിങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അസക്കുട്ടിനെയൊക്കെ മാറ്റി ഒരുക്കി. അതിന് മുന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അസക്കുട്ടീനെ മാറ്റുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ പേൻ ചെറുപ്പം കൊണ്ടുണ്ടോ. അവളുടെ തലയിൽ ദിവസം വാർന്നിട്ടില്ലെങ്കിൽ, ഒരു ദിവസം വാർന്നിട്ടില്ലെങ്കിൽ പിന്നെ പേന് കൂടുണ്ടോ. അപ്പോൾ എന്നിങ്ങനെ വരികയാണെങ്കിൽ വല്ലാതെ കുഴപ്പമില്ലാതെ പേനൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവളെ തലയിൽ വരാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക ഉണ്ടായിരുന്നു. വെണ്ടക്ക ഞങ്ങൾ എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ വെണ്ടക്ക ഇങ്ങനെ അഴുകി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആ എമിനിക്കുട്ടൻ ഇവിടെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. വിറകൊക്കെ വലിച്ചിടുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കിൽ നിന്ന് നല്ലതൊക്കെ നോക്കിയെടുത്തുനിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മുളകും ആവശ്യമുള്ള ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്ക അങ്ങനെ ചെയ്തപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രാത്രിക്കത്തെ വീഡിയോസ് കേട്ടോ, 2 ദിവസം മുന്നേ എടുത്തതാണ്. അങ്ങനെ വീഡിയോക്ക് ഇടണമെന്ന് വിചാരിച്ചെടുത്തതാട്ടോ. ഇത് രാത്രി മക്കളൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് എടുത്ത വീഡിയോസാണ്. അപ്പോൾ അസക്കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എമിനിക്കുട്ടനെ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആട്ടാൻ നിൽക്കണം, അല്ലെങ്കിൽ അവന് കരഞ്ഞിങ്ങാണ്ട് ഇന്ന് ചാടും.
എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാ നിങ്ങളെ സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.